രാമ ശ്രീമധുസൂദന ഗിരിധരി ഗോപിനാഥ മദന മോഹന ശ്രീ ചൈതന്യ നിത്യാനന്ദ ശ്രീ അദ്വൈത ശ്രീധ ഹരി ഗുരു വൈഷ്ണവ ഭഗവദ ഗീത ശ്രീ രൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീ ജീവ ഗോപാല ഭട്ടദാസ രഘുനാഥ ഹരേ ഹരായ നമ കൃഷ്ണ യാദവായ നമഃ യാദവായ മാധവായ കേശവായ നമഃ ഹരേ ഹരായ നമ കൃഷ്ണ യാദവായ നമഃ യാദവായ മാധവായ കേശവായ നമഃ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാം രാം ഹരേ 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 കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. ഹരേ കൃഷ്ണ. ചാരുത നെക്സ്റ്റ്. മ്യൂട്ടാണ്. ചെല്ലിയോ? ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമഃ യാദവായ മാധവായ കേശവായ നമഃ ശ്രീ ഗോപാല ഗോവിന്ദ രാമ ശ്രീ മധുസൂദന ഗിരിധരി ഗോപിനാഥ മദന മോഹന ശ്രീ ചൈതന്യ നിത്യാനന്ദ ശ്രീ അദ്വൈത ശ്രീധ ഹരി ഗുരു വൈഷ്ണവ ശ്രീ രൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീ ജീവ ഗോപാല ഭട്ടദാസ രഘുനാഥ ഹരിഹരായ നമ കൃഷ്ണ രാധ ഹരേ യാദവായ നമഃ യാദവായ മാധവായ കേശവായ നമഃ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വെരി ഗുഡ്, സൂപ്പർ. രാശി ഓക്കെ, യെസ്, റെഡി. ചൊല്ലിയോ? ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമഃ യാദവായ മാധവായ കേശവായ നമഃ ഗോപാൽ ഗോവിന്ദ രാമ ശ്രീ മധുസൂദന ഗിരിധരി ഗോപിനാഥ മദന മോഹന ചൈതന്യ നിത്യാനന്ദ ശ്രീ അദ്വൈത ഹരി ഗുരു വൈഷ്ണവ ഭഗവതു ഗീത ശ്രീ രൂപ സനാതന രഘുനാഥ ശ്രീ ജീവ ഗോപാല ഭട്ടദാസ രഘുനാഥ ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമഃ യാദവായ മാധവായ കേശവായ നമഃ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നെറ്റാണോ? സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി കേട്ടോ. താങ്ക് യു. ഹരേ കൃഷ്ണ. സൗണ്ട് വരുമ്പോ അത് ഓട്ടോമാറ്റിക്കലി സൗണ്ട് കുറയും. ഓ, അങ്ങനെയാണോ? അത് അവരുടെ ഒരു കുഴപ്പമായിരുന്നു. ഓക്കെ. ഹരേ കൃഷ്ണ. ഇനി ആർക്ക് ചൊല്ലാം? ആൺകുട്ടികൾ, ചുണക്കുട്ടികൾ ആരുണ്ട്? ആർക്കെല്ലാം പറ്റും? ഹരേ കൃഷ്ണ. ഋഷികേശ് ഇവിടെയാണോ? അജർ കൃഷ്ണൻ സ്വാഗതം. ഹരേ കൃഷ്ണ. വീഡിയോയിൽ ഒരു ഓക്കെ. അടുത്ത ആഴ്ച
എല്ലാവരും പഠിക്കണം. എനിക്കൊന്നും പാട്ട് പാടാനേ അറിയത്തില്ലായിരുന്നു. ഞാനൊക്കെ പാടിക്കഴിഞ്ഞാൽ എല്ലാവരും ഓടി പോവുമായിരുന്നു. പക്ഷേ നമ്മൾ ഭഗവാന്റെ പേര് കേട്ടുമ്പോൾ എങ്ങനെയോ അറിയാതെ അങ്ങ് പാടിപ്പോന്നെയാ. പാടാനൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളും അതുപോലെ വേണം കേട്ടോ. നമ്മളെല്ലാം ആൺകുട്ടികളല്ലേ, ആൺകുട്ടികൾ അതുപോലെ വേണം പാടാനൊക്കെ. വെറുതെ അങ്ങ് പാടിയാൽ മതി കേട്ടോ. കേട്ടോ, ഓക്കെ, റെഡി? ശരിയല്ലേ? അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് പാടണം. എനിക്കൊന്നും പാടാൻ പോലും ഒട്ടും അറിയത്തില്ലായിരുന്നു. ചിരിക്കാൻ അറിയത്തില്ലായിരുന്നു, സത്യം. ചിലരൊക്കെ ശബ്ദത്തോടെ ചിരിക്കുമ്പം ഞാനും അത്ഭുതത്തോട് എങ്ങനെ ആ ശബ്ദത്തോടെ ചിരിക്കാൻ പറ്റുന്നത്. എനിക്ക് ചിരിക്കുമ്പോൾ ശബ്ദം വരത്തില്ല, ഞാൻ കവല് കാണിക്കാൻ അറിയുള്ളൂ. അപ്പൊ നമുക്ക് ഇതൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. അപ്പോ നമുക്ക് ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായം അല്ലേ, 3rd ചാപ്റ്റർ അല്ലേ, 33-ാമത്തെ ശ്ലോകം. ഞാൻ ഭഗവത്ഗീത എടുക്കട്ടെ. മൂന്നാമത്തെ എന്താ ശില്പമാതാജി പഠിപ്പിച്ചു തന്നത്? പേരോർമ്മയുണ്ടോ? 3-ാമത്തെ അധ്യായം. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഭഗവത്ഗീത പഠിക്കാൻ പോകുന്നത്. നെഗറ്റൊക്കെ സീനിയറായിരുന്നു. മാതാജി പഠിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ബാക്ക് ബെഞ്ചിലായിരുന്നു ഇരിക്കുന്നത്. ശില്പമാതാജിയൊക്കെ ദുബായിൽ ജനിച്ചു വളർന്നിട്ടുള്ളത്. അവരെല്ലാം ഫ്രണ്ടിൽ നിന്നിരുന്ന് പഠിക്കുമ്പം ഞങ്ങളൊക്കെ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് പഠിക്കും. കാര്യം ശ്ലോകം വിളിച്ച് ചോദിക്കും. അപ്പൊ കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ആ സമയത്ത്. ഇവരെല്ലാം വളരെ ആക്റ്റീവാണ്. അപ്പം പഠിക്കാതെ വരുമ്പം ശ്ലോകം പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? പിടിച്ച് മുമ്പിൽ കൊണ്ടുവന്നിരുത്തും. അങ്ങനെ ബാക്ക് ബെഞ്ചിൽ നിന്ന് പിടിച്ച് മുമ്പിൽ കൊണ്ടിരുത്തും. അപ്പൊ ഇത്രയും പേരൊന്നുമല്ല. ഞങ്ങള് അന്ന് ക്ലാസ് ഭഗവത്ഗീത പഠിക്കാൻ പോകുമ്പം ഇവിടെ തന്നെ ഒരു 35-40 പേര് ഹാള് നിറഞ്ഞിരിക്കുകയായിരുന്നു. അത്രയും ആക്റ്റീവായിരുന്നു. ഞങ്ങൾ 2-3 പേര് മാത്രമേ വാച്ചിലേഴ്സ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഫാമിലി ആൾക്കാരായിരുന്നു. കുടുംബമായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്നിരുന്ന് പഠിക്കുമായിരുന്നു. അപ്പൊ അനുഗ്രഹം ഇന്ന് ഇവിടെ വന്നു ഭഗവത്ഗീതയൊക്കെ വായിക്കാനും ഒക്കെ പറ്റി, പഠിക്കാൻ പറ്റി. ഭഗവാന്റെയും ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. ഇതാണ് മനസ്സിലൊരു സന്തോഷം, ആനന്ദം എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തോട്ട് വേറെ ഒരു ആനന്ദവും ഇല്ല. അല്ലേ റിജു മാതാജി? ശരിയല്ലേ? വേറെ എന്തെങ്കിലും ആനന്ദം ഉണ്ടോ? നമ്മൾ ഭാഗവതം വായിച്ചതിൻ്റെ കൂട്ട് സേവനം, എല്ലാവരെയും നമ്മൾ സെർവ് ചെയ്യണം. നമ്മൾ ആരുടെയെങ്കിലൊക്കെ വേലക്കാരനാണ്. അപ്പം കുടുംബത്തിന് വേണ്ടിയിട്ട് വേലയെടുക്കുന്നു. ഇപ്പം നമ്മൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, പിന്നെ പാടത്ത് പണി ചെയ്യാൻ പോകുന്നവനാണെങ്കിലും ശരി, തത്വത്തിൽ രണ്ടുപേരും സർവൻസ് ആണ് അല്ലേ? ഒരാൾ ഗവൺമെന്റ് സർവന്റ്, ഒരാൾ നമ്മുടെ പ്രൈവറ്റ് സർവന്റ്. പക്ഷെ രണ്ടുപേരും വേലയെടുക്കുകയാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ രണ്ടുപേരും ബാല്യക്കാരാണ്. ഒരാൾ ഗവൺമെന്റിന്റെ ബാല്യക്കാരൻ, ഒരാൾ പാടത്തിന്റെ ബാല്യക്കാരൻ. അപ്പൊ ഇതിന്റെ എല്ലാ റിസൾട്ട് ഒരു ഷോർട്ട് ആൻഡ് ടൈമേ ഉള്ളൂ. ആർക്കും ആരോടും ഈ വന്ന കാലത്ത് ഒരു ബാധ്യതയില്ല. കുട്ടികളെ നമ്മൾ പഠിപ്പിച്ച് വന്നിട്ട് കുട്ടികൾ നമ്മളെ നോക്കണമെന്ന് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. ഇനി അച്ഛനും അമ്മയും എപ്പോഴും കുട്ടികളുടെ അടുത്ത് തന്നെ ഇരിക്കണമെന്നും പറയാൻ പറ്റത്തില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പും അതൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പറയും സ്നേഹമൊക്കെ ആണെന്നൊക്കെ പറയും. എത്ര പേര് പറയും അടുത്ത ജന്മവും എനിക്ക് ഇതേപോലെ തന്നെ മതി എന്ന് പറയാൻ പറ്റും? എത്ര പേർക്ക് കൈ ഉയർത്താൻ പറ്റും? പറ്റത്തില്ല. ഒന്നും പബ്ലിക്കിൽ വിളിച്ച് ചോദിക്കരുതല്ലേ, അങ്ങനെ പറ്റത്തില്ല. അപ്പം ഇതെല്ലാം ആക്ച്വലി ഒരു സെൻട്രൽ പോയിന്റ് നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. നമ്മൾ വിവാഹം കഴിക്കുന്നത് അക്ഷയസാക്ഷി നിർത്തി ഭഗവാനെ വിളിച്ചിട്ട്, പഠിക്കാൻ പോകുന്നത് ഭഗവാനെ വിളിച്ചിട്ട്, ജോലി ചെയ്യാൻ പോകുന്നത് ഭഗവാനെ വിളിച്ചിട്ട്, ഇല്ലേ? കളിക്കാൻ പോയി കഴിഞ്ഞാലും ഭഗവാനെ വിളിച്ചിട്ട് നല്ലതുപോലെ കളിക്കാൻ പറ്റണേ എന്ന് പറയും. ഇനി മോഷ്ടിക്കാൻ പോയി കഴിഞ്ഞാലും ഭഗവാനെ വിളിച്ചിട്ട് നല്ലോണം മോഷ്ടിക്കാൻ പറ്റണേന്ന് ചോദിക്കും. സത്യം പറയുകയാണ്. കള്ളനാണെങ്കിലും അവരും ഭഗവാനെ വിളിച്ചിട്ടാണ് ആരും കാണരുതേ, ഞാൻ ഈ ചെയ്യുന്ന പണി ആരും കാണരുതേ എന്ന് പറഞ്ഞിട്ടാണ് അവരും കയറി ചെല്ലുന്നത്. അപ്പം
നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ. ഈ ഭഗവാൻ ഇല്ലെങ്കിൽ എല്ലാം തകരും. മോഷ്ടിക്കുന്നവന് ഒരു ചോദിക്കാൻ ഒരാളില്ല, കാണരുത് എന്ന് പറയാൻ. പഠിക്കുന്നവന് എനിക്ക് പഠിച്ചിട്ട് നല്ലതുപോലെ മാർക്ക് കിട്ടണേ എന്ന് പറയാൻ ഒരാളില്ല, കേൾക്കാൻ ഒരാളില്ല. കല്യാണം കഴിക്കുമ്പം അച്ഛനും അമ്മയും മകനെയും മകളെയും വേറെ ആടെ കയ്യിൽ കൊടുക്കുമ്പം കാത്തുകൊള്ളണേ ഭഗവാനെ, നീയുള്ള ആശ്രയം എന്ന് പറയാൻ ഒരാളില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു സ്ത്രീ ഒരു പുരുഷന്റെ വീട്ടിൽ കയറി ചെല്ലുകയാണ്. അന്നേ വരെ കണ്ടിട്ടില്ലാത്ത, പരിചയമില്ലാത്തൊരു സ്ഥലം. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ആ, അവിയാൻ ഹരേ കൃഷ്ണ, പറഞ്ഞോളൂ. സർ, ഞാൻ എക്സിറ്റ് ചെയ്യാം. താങ്ക് യു. സൂച വെച്ചിട്ട് എനിക്ക് കയ്യ വേണ്ടിട്ട്. ആണോ? ഒട്ടും വയ്യ അല്ലേ? ഹരേ കൃഷ്ണ. അച്ഛനെ ഞാൻ കണ്ടു. അച്ഛൻ എവിടെ? സുരേഷ് ഗോപി സ്റ്റൈലിൽ അവിടെ വന്ന് നിൽക്കുന്ന കണ്ടായിരുന്നല്ലോ. അച്ഛൻ എന്ത് ചെയ്യേ? വീഡിയോയിൽ നോക്കട്ടെ, കാണട്ടെ. പറയൂ, അച്ഛനെ വരാൻ പറ. അമ്മ ഇവിടെ ഉണ്ട്. അമ്മ ഇവിടെ ഉണ്ട്. അവ്യാന് വയ്യ അല്ലേ? അവ്യാന് പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് 3 പ്രാവശ്യം പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. മുഖം കാണുമ്പോ അറിയാം എന്താ. അവന് ഇന്നലെ പുറത്തുനിന്ന്, ബിൽഡിങ്ങിന്റെ പുറത്തുനിന്ന് കളിക്കുമ്പോ ഒരു പൂച്ച മാന്തി. അപ്പം പോയിട്ട് റേബീസിന്റെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു. ഇരിക്കാന്ന് വിചാരിച്ച ഇപ്പൊ ആള് ഭയങ്കര ടയർഡാണ്. വയ്യ, എനിക്കറിയാം, മുഖം കാണുമ്പോ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിന് 5 എണ്ണം ഉണ്ട്. ഓ, അങ്ങനെ തോന്നി എന്താ ഇഞ്ചക്ഷൻ എടുക്കാമെന്ന്? ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ട്രേ കാറ്റ് ആണ് പ്രഭു. അപ്പൊ ഡോക്ടർ പറഞ്ഞു റിസ്ക് എടുക്കാൻ പറ്റില്ല എന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എടുത്തിട്ട് ഞാൻ വിചാരിച്ചു അവന് ഇരിക്കാന്ന്, പക്ഷെ ആകെ വിളറിയ പോലെ ഉണ്ട്. വയ്യ, മുഖം വയ്യ. നല്ലോണം റെസ്റ്റ് എടുക്കൂ. മരുന്ന് കഴിക്കുമ്പോഴത്തേന് ക്ഷീണം വരും. അപ്പൊ ഇപ്പൊ പെൻഡോൾ എടുക്കണം. കൈ എടുത്ത് നല്ലോണം ചൂടുവെള്ളം കുടിച്ച് നല്ലോണം ഒന്ന് ഉറങ്ങാൻ പറ. സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക കേട്ടോ അവിയാൻ. ഉറങ്ങാൻ മാത്രല്ല അന്നേരം കളിക്കാൻ നോക്കൂ. സുഖമായിട്ട് ഉറങ്ങുക. അച്ഛനെവിടെ? സുരേഷ് ഗോപി സ്റ്റൈലിൽ വന്നിട്ട് പോയത് കണ്ടു. അച്ഛനുണ്ട്, ഇവിടെ ഉണ്ട്, അകത്തുണ്ട് പ്രഭു. പുറത്ത് പിള്ളേരെ കൂടെ എല്ലാരും കൂടെ കളിക്കായിരുന്നു. അവൻ പോയി പൂച്ചേനെ പിടിച്ചപ്പോ സ്ട്രേ കാറ്റ് അത് മാന്തി. അങ്ങനെ പ്രശ്നമായില്ല. ഓക്കെ, പൂച്ച സ്നേഹിക്കാൻ പോയത്. അപ്പൊ 3 പ്രാവശ്യം അപ്പൊ അവിയന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഒക്കെ സുഖമായിട്ട് വരും കേട്ടോ, പേടിക്കൊന്നും വേണ്ട. ഹരേ കൃഷ്ണ. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. പറഞ്ഞു കേട്ടു. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ. അപ്പം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ. ആ മാതായുടെ സ്ഥലം കോഴിക്കോടാണ്. ഇവിടെ ജോലി ചെയ്യുന്നു, കോഴിക്കോടാണ്. വളരെ അവിചാരിതമായിട്ടാണ് കണ്ടുമുട്ടുന്നത്. ഒരു പ്രത്യേക ഒരു, അതായത് എന്താ പറയുക, പ്രത്യേക ഒരു വിഷമഘട്ടത്തിൽ എങ്ങനെയോ, മുൻപരിചയമൊന്നുമില്ല, എങ്ങനെയോ കണ്ടുമുട്ടി, സംസാരിച്ചു. പിന്നെ എല്ലാ വിശേഷ ദിവസങ്ങളിലും വീട്ടിൽ വിളിക്കുമായിരുന്നു ഭഗവാന്റെ നാമം ചൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭഗവാന്റെ നാമം ചൊല്ലി പ്രതിസന്ധികളെല്ലാം, താൽക്കാലികമായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം കടന്നുപോയി. ഇപ്പം നല്ല രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത്. നോക്കൂ, എല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പം ഒരു സുപ്രഭാതത്തിൽ വടക്കോട്ട് പിന്നെ വിവാഹം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അല്ലേ? ഋജുമാതാജി ഭാര്യയുടെ വീട്ടിൽ തന്നെയാണ്, സ്ത്രീയുടെ വീട്ടിൽ തന്നെയാണ് പോകുന്നത് അല്ലേ? ആദ്യം തെക്കോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്റെ വീട്ടിലോട്ടാണ്, ആണുങ്ങളുടെ വീട്ടിലോട്ടാണ് കയറി ചെല്ലുന്നത്. അപ്പം അന്ന് വരെ അറിയാത്ത വീട്, അന്ന് വരെ അറിയാത്ത ബന്ധുക്കള്, പരിതസ്ഥിതികള്. ആലോചിച്ചോളൂ, സുപ്രഭാതത്തിൽ വെറുതെ കയറി ചെല്ലുകയാണ്. ഒന്നും അറിയാൻ വയ്യ, യാതൊരു പരിചയവുമില്ല. അപ്പൊ അവിടെയും ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ, ഒന്നും അറിയാത്തിടത്തോട്ടാണ് എൻ്റെ മകള് കയറി ചെല്ലുന്നത്, കാത്തുകൊള്ളണേ. അപ്പൊ അവിടെയും കണക്റ്റഡ് ഭഗവാനാണ്. അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ഭഗവാനെ വിളിക്കും.
ഈ ഭഗവാൻ എന്നൊരു സെൻട്രൽ പോയിന്റ് ഉണ്ടായത് കൊണ്ടാണ് ഈ ലോകമേ ഇങ്ങനെ പോകുന്നത്, ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോകുന്നത്. ഇതില്ലെന്നുണ്ടെങ്കിൽ മൊത്തം തകരും. ഇപ്പം എല്ലാവരും വേലക്കാരാണ്. അപ്പം ആ വേല നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് വേലയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അർത്ഥം വരും. ബാക്കിയുള്ള റിലേഷൻഷിപ്പ് എല്ലാം ഷോർട്ട് ടൈം ആണ്. ആരും ഒന്നും നാളെ ഓർമ്മിക്കത്തില്ല. സത്യമാണ്, ഇല്ലേ? ശ്രീമാതാജിക്ക് അറിയാം. കുറേ വർഷങ്ങളായിട്ടുള്ള ഉണ്ടായിരുന്നു, ഒരു സുപ്രഭാതത്തിൽ ഞാൻ പോവാണ് പ്രഭു എന്ന് പറഞ്ഞു പോയി, ഇല്ലേ? ഇത്രയേ ഉള്ളു കാര്യം. ആരെങ്കിലും ഓർമ്മിച്ചാലായി, ഓർമ്മിച്ചില്ലെങ്കിലായി. ഇപ്പം നമ്മൾ ഒരാളെ വെറുക്കുമ്പോൾ പോലും, കുട്ടികളും കേൾക്കണം, നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ പോലും ആ കുറ്റം നമ്മൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നല്ലത് ഒരു 10 ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ആരും ഓർമ്മിക്കത്തില്ല. ആ നല്ല കാര്യങ്ങളെ പറ്റി നമ്മൾ ഓർമ്മിക്കണം. ഏതോ ഒരു നിമിഷത്തിൽ സെൻസിറ്റീവ് പോയിന്റിൽ നമുക്ക് ചെറിയൊരു ദേഷ്യം വന്നോ, അല്ലെങ്കിൽ നമ്മളോട് നമ്മൾ തെറ്റ് കാണിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ടാവും. അത് നല്ലതാണെന്ന് ഞാൻ പറയത്തില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ശരിയാണ്. പക്ഷേ അത് പൊറുക്കാനുള്ള ക്ഷമ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ മുൻപ് നമുക്ക് തന്ന ഉപകാരങ്ങളെ പറ്റി അല്ലെങ്കിൽ സൗഹൃദങ്ങളെ പറ്റി നമ്മൾ ഓർമ്മിക്കണം. ആ സൗഹൃദങ്ങളെ പറ്റി ഓർമ്മിക്കുമ്പം അവനോട് നമുക്ക് ചെറിയൊരു സെന്റിമെന്റ്സ് തോന്നും, ചെറിയൊരു സിമ്പതി തോന്നും. ഓക്കെ, നേരത്തേക്ക് ഞാനല്ലേ, ഇപ്പൊ അവന്റെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അവളുടെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, പോട്ടെ, അല്ലെങ്കിൽ കുറച്ച് നാൾ മിണ്ടാതിരിക്കും, പോകട്ടെ എന്ന് പറയുമ്പം അവിടെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് വാല്യൂ ഉണ്ടാകുന്നത്. ഒരു നിമിഷം കൊണ്ട് കളയാവുന്നതല്ല റിലേഷൻഷിപ്പ്. ഇപ്പം നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന നല്ല കാര്യങ്ങളെ പറ്റി ആ നിമിഷം ഓർമ്മിക്കണം, അല്ലെങ്കിൽ നല്ല സംഭാഷണങ്ങളെ പറ്റി ഓർമ്മിക്കണം, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഓർമ്മിക്കണം. ഇതെല്ലാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടായത് കൊണ്ടാണ്. നമുക്ക് ആത്യന്തികമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടാവണം. അതായത് നമ്മൾ എന്ത് ജോലി ചെയ്തു കഴിഞ്ഞാലും ഭഗവാനെ അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്, ഇല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അത് ഭഗവാന് സമർപ്പിച്ചിട്ട് ചെയ്യുമ്പം ആ കിട്ടുന്ന പ്രതിഫലം കൊണ്ട്, ഭഗവാൻ ഒരു പൂവ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് പാല് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്ന ആനന്ദം വളരെ വലുതാണ്. ഭഗവാന്റെ അടുത്ത് പറയും, ഇന്ന് എനിക്കിത് വെക്കാൻ സാധിച്ചു കൃഷ്ണ, നാളെയും എനിക്കിതുപോലെ വെക്കാൻ സാധിക്കണേ. ആ ഒരു കോൺവെർസേഷൻ അറിയാതെ കണ്ണിൽ നിന്ന് വെള്ളം വരും. അങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോഴാണ് ഭഗവാനോട് സ്നേഹമുണ്ടായി എന്നുള്ള നിർവചനം വരുന്നത്. ഇല്ലെങ്കിൽ ആ കണ്ണ് നിറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും ആ ഭഗവാനുമായിട്ടൊരു സ്നേഹം, ഒരു ഊഷ്മള ബന്ധം ഉണ്ടാവത്തില്ല. അതായത് അച്ഛനും അമ്മയും സ്വന്തം കുട്ടികളുടെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരുടെ കളികളും ഒക്കെ ഓർമ്മിക്കുമ്പോൾ ഇല്ലേ, പ്രത്യേകിച്ച് അച്ഛന്മാർക്കുണ്ടാവത്തില്ലായിരിക്കാം, പക്ഷെ അമ്മമാരുടെ കണ്ണിൽ നിന്ന് അറിയാതെ വെള്ളം വരും. ശരിയല്ലേ? ശരിയല്ലേ പറഞ്ഞത്? അല്ലേ ചാരുതേ അമ്മ? ശരിയല്ലേ? അതെ പ്രഭുജി. അതെ. അപ്പം അതാണ് സ്നേഹം. ആ സ്നേഹം ഉണ്ടായത് കൊണ്ടാണ്, ഉള്ളിൽ തൻ്റെ കുഞ്ഞിനോടൊരു സ്നേഹമുണ്ട്. ആ സ്നേഹം കൊണ്ടാണ് ആ ഒരു കണ്ണുനീര് വരുന്നത്. അവനൊന്നും നൊന്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും നോവും. ശരിയല്ലേ? അപ്പം തൻ്റെ ഉദരത്തിൽ നിന്ന് വന്ന കുഞ്ഞാണല്ലോ എന്നൊരു ബോധം, ആ ഒരു ബന്ധം. ആ കേൾക്കുന്നുണ്ട്. എന്നെ കേട്ടില്ലായിരുന്നോ? ഇടയ്ക്ക് സ്റ്റക്കായി പോയി സർ. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം എന്താണ് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛനൊരു പക്ഷേ അത്രയും റിലേഷൻഷിപ്പ് ഉണ്ടാവത്തില്ല. അമ്മയുടെ ഉദരത്തിൽ നിന്ന് താൻ പ്രസവിച്ച കുഞ്ഞാണല്ലോ എന്ന ഒരു അറിയാതെയുള്ളൊരു ആ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ അച്ഛനെയും അമ്മയും ഒന്നും പറയരുതെന്ന് പറയും. ആ ഒരു ബന്ധം. അപ്പം ആ ഒരു ബന്ധം കൊണ്ട് എത്ര അനുസരണക്കേടുള്ള കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് നോവുമ്പോൾ മനസ്സ് വേദനിക്കും. നമ്മുടെ മനസ്സും അമ്മയുടെ മനസ്സും വേദനിക്കും. അപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയുടെ വയറിൽ നിന്നാണ് നമുക്ക് ജന്മം കിട്ടിയത്. ഇതുപോലെ ഭഗവാന്റെ ഉദരത്തിൽ നിന്നാണ്, ഭഗവാന്റെ വയറിൽ നിന്നാണ് നമുക്ക് ജന്മം കിട്ടിയത്. ബേസിക്കലി ശാസ്ത്രം പോകുമ്പം എല്ലാ ജീവജാലങ്ങളും പ്രളയത്തിൽ
ഭഗവാന്റെ ഉദരത്തിലാണ് വസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദാമോദര ആരതിയൊക്കെ ചെയ്യുമ്പം നമ്മൾ കയറിനെയും പുകഴ്ത്തും, പിന്നെന്താ ഭഗവാന്റെ ഉദരത്തെയും പുകഴ്ത്തും. കാര്യം യശോദാമ്മയ്ക്ക് എല്ലാ ജീവജാലങ്ങളും വസിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്ന ഭഗവാന്റെ ഉദരത്തിൽ തൊടാൻ പിടിച്ചു കെട്ടാനുള്ള ഭാഗ്യം യശോദാമ്മയ്ക്ക് ഉണ്ടായല്ലോ ഭഗവാനെ എന്ന് വിളിച്ചിട്ടാണ് ദാമോദര ആരതി ചെയ്യുമ്പോൾ നമ്മൾ സ്തുതിക്കുന്നത്. അപ്പൊ യശോദ എത്ര ഭാഗ്യവതിയാണ്. ഇത് വായിക്കുന്ന നമ്മളും ഭാഗ്യവതിയാണ്. ഭഗവാന്റെ നാമം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാ ദുഃഖങ്ങളും നമ്മൾ മറക്കും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിന്റെ കാര്യമില്ല. പിന്നെ പക്ഷെ അവർക്ക് എന്ത് കിട്ടും? അവർക്ക് പഠിക്കാനുള്ള ഒരു ബുദ്ധിശക്തി കൂടുതൽ 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 വരും. വെറുതെ പറയുന്നതല്ല. ഭഗവാനെ എത്രത്തോളം ഓർമ്മിക്കുന്നുവോ, ഹരേ കൃഷ്ണ മഹാമന്ത്രം എത്രത്തോളം ജപിക്കുന്നുവോ, ആ കുട്ടിയുടെ ബ്രെയിൻ നല്ല രീതിയിൽ ഇംപ്രൂവ് ഉണ്ടാകും, നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും, അവർ വലിയ ബുദ്ധിമാന്മാരായിട്ട് വളരും. ഇത് ഇവിടെ കൂടിയിരിക്കുന്നവർ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഭംഗി വാക്കുകൊണ്ട് പറയുന്നതല്ല, സത്യമായ കാര്യമാണ് പറയുന്നത്, അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവരുടെ ബ്രെയിൻ വളരെയധികം നല്ല രീതിയിൽ വർദ്ധിക്കും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നത് ഭഗവത്ഗീത ശ്ലോകം എപ്പോഴും വായിക്കണം. ആ ശ്ലോകം, ഭഗവാന്റെ നാമങ്ങള് തലച്ചോറിൽ വൈബ്രേറ്റ് ചെയ്യും, ബ്രെയിനിൽ വൈബ്രേറ്റ് ചെയ്യും. ഒരു ബ്രെയിൻ മാപ്പിംഗ് ഉണ്ടാവും, ഒരു റീമാപ്പിംഗ്, റീഓർഗനൈസേഷൻ ഉണ്ടാവും. അത് നമുക്ക് അനുകൂലമായ ഒരു ബുദ്ധിവിശേഷം തരും. അത് ഭഗവാൻ തന്നെ 10ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു അല്ലെ, വിഭൂതി വിസ്തര യോഗത്തിലാണ്, പിന്നെ ചതുശ്ലോകത്തിൽ അല്ലെ, ഭഗവത്ഗീതയിലെ 10ാമത്തെ അധ്യായം 8, 9, 10, 11. ആ 10ാമത്തെ തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം താൻ ഉപയാന്തിതി. എന്നെ പ്രേമത്തോടെ സ്നേഹത്തോടെ ഭജിക്കുന്നവർക്ക്, പ്രാർത്ഥിക്കുന്നവർക്ക് അവർക്ക് വേണ്ടുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകും. അവിടെയാണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. ഒരു മിനിറ്റ് ഞാൻ നമുക്ക് ഏത് നിമിഷവും ആദ്യ ഹരേ കൃഷ്ണ സ്വാഗതം. ഹരേ കൃഷ്ണ. ഏത് നിമിഷവും നമ്മൾ എത്ര ഉന്നതിയിലായി കഴിഞ്ഞാലും, നമ്മൾ എത്ര പഠിച്ചു വെച്ച് കഴിഞ്ഞാലും, അതിനെ ആ സക്സസ് ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും നമ്മൾ പറയുന്നത്, എന്ത് ചെയ്തു കഴിഞ്ഞാലും ഭഗവാനെ ഓർമ്മിക്കണം, ഭഗവാനെ വിളിക്കണം, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. കലിയുഗത്തിൽ അതേ ഒരു വഴിയുള്ളൂ. നമ്മൾ കലിസന്ധാരണോപനിഷത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതുകൊണ്ടാണ് എല്ലാ ക്ലാസ്സിലും വന്നു കഴിഞ്ഞാലും ഇത് തന്നെ ആവർത്തിച്ച് പറയുന്നത്. എല്ലാ ക്ലാസ്സിലും ആവർത്തിച്ച് പറയും. ഈ പ്രഭു എപ്പോൾ വന്നു കഴിഞ്ഞാലും ഞാൻ എന്നെ പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണമെന്ന്. അങ്ങനെയാണ് പണ്ടുള്ളവരും. പൂന്താനം നമ്പൂതിരിയും അത് തന്നെയാണ് പറഞ്ഞത്, ചൈതന്യ മഹാപ്രഭുവും അത് തന്നെയാണ് പറഞ്ഞത്, നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിമാരും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ വന്നിട്ടുള്ളവർക്ക് പറയാൻ അറിയത്തില്ല. എന്തുകൊണ്ടാ? അവര് സന്ധ്യക്ക് ജപിക്കുന്നില്ല. അവർ സന്ധ്യക്ക് എന്താ ചെയ്യുന്നത്? അവർ സന്ധ്യക്ക് എന്ത് ചെയ്യും? കുടുംബ വിളക്ക് കണ്ടുകൊണ്ടിരിക്കും. വീട്ടിലെ വിളക്കല്ല കാണുന്നത്, അവർ TV വിളക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേന് വീട്ടിലെ വിളക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു, വീട്ടിലെ ഐശ്വര്യം നഷ്ടപ്പെട്ടു. വീട്ടിലെ ഐശ്വര്യം നഷ്ടപ്പെട്ടപ്പം കുടുംബ ബന്ധങ്ങൾ ഇല്ലാതായി, ആർക്കും ആരോടും ഒരു ബന്ധവും ഇല്ലാതായി. അപ്പം നമ്മുടെ എല്ലാ റിലേഷൻഷിപ്പും, ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നവരൊക്കെ നല്ല രീതിയിൽ നല്ല മനസ്സോടെ സംസാരിക്കുന്നു എന്നോട്. എന്തുകൊണ്ട്? ആരുടെ പേരില്? നമ്മൾ പരിചയപ്പെട്ടത് ആരുടെ പേരില? ഭഗവാന്റെ പേരില. അതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് ആയിരിക്കും. അതിനകത്ത് കൊടുക്കൽ വാങ്ങലോ പ്രതിഫലങ്ങളോ ഒന്നുമില്ല. അതിനകത്ത് എല്ലാം ഭഗവാനായിരിക്കും. അപ്പൊ ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് 33ാമത്തെ ശ്ലോകമാണ് മാതാജി പഠിപ്പിച്ചു തന്നത്, പറഞ്ഞു തന്നത്. സദൃശ്യം ശ്രേഷ്ഠതയെ 3.33 അല്ലേ? അല്ല 3.32 ആണ് പഠിപ്പിച്ചത്. ആണോ? 3.32. ഓക്കെ. അഭ്യസൂയന്തോ
നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാംസ്താം വിത്തി നഷ്ടാന ചേതസ. അസൂയാലുക്കളായി എൻ്റെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും മൂഢരുമായി കണക്കാക്കണം. പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യത്നങ്ങൾ വിഫലമാക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് തന്നെ പറഞ്ഞുകൊണ്ട് വന്നത്, ഞാൻ ഇത് നോക്കിയിട്ടല്ല, ഞാൻ അർത്ഥം നോക്കിയില്ല. അപ്പം ഈ പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അസൂയാലുക്കളായതുകൊണ്ടാണ്. നമ്മുടെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. അവർ പറയുന്നതെല്ലാം ഭഗവാനെ പറ്റി പറയുമ്പം ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് എന്തുകൊണ്ടാ? നമുക്ക് നമ്മുടെ ഇന്നർ മൈൻഡിൽ ഒരു ജലസി ഉണ്ട്. പിന്നെ അവര് പറയുന്നതിൽ ആ കാര്യം ഇരിക്കുന്നത്. ഈ കൃഷ്ണനാണ് അല്ലെങ്കിൽ ഭഗവാന് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്ന ഒരു ജലസ്നെസ്, ഒരു പോയിന്റ്. മറ്റൊരു അനുഭവം ഉണ്ട് ഇപ്രാവശ്യം ചെല്ലുമ്പോൾ. അപ്പം അത് മകനാണ് പറഞ്ഞത്. ഞാൻ വിളിച്ചു കാണിച്ചപ്പം അവനത് ജഗന്നാഥൻ അത് ഭംഗിവാക്ക് പറയുന്നതല്ല, എല്ലാ കഥകളും പറയുന്നതല്ല. പണ്ടൊക്കെ പറയുമ്പോൾ കടങ്കഥകൾ പറയുന്നു, അല്ലെങ്കിൽ പുരാണങ്ങൾ പറയുന്നു, അങ്ങനെയൊക്കെ പറയും. 20 ഡിഗ്രി ജഗന്നാഥൻ വെച്ചിരിക്കുന്ന ജഗന്നാഥനെ, അതായത് സൂപ്പർ ഗ്ലൂ ഇട്ട് ഒരു വുഡൻ പ്ലാറ്റ്ഫോമിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ജഗന്നാഥനെയും ബലദേവനെയും സുഭദ്രാമയും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാതിരിക്കാൻ. നമ്മൾ അവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് അത്രയും ഇതായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ജഗന്നാഥനെ ഒരു പ്രാവശ്യം നോക്കുമ്പം ബലരാമനും സുഭദ്രാമയും നേരെ 90 ഡിഗ്രി നേരെ നോക്കിയിരിക്കുകയാണ്. ജഗന്നാഥൻ ഒരു 20 ഡിഗ്രി ചരിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ ആംഗിളിലോട്ട് ചരിഞ്ഞ് അതിൻ്റെ ആ ഈപ്പ് തിരിഞ്ഞു നമ്മളെ തിരിഞ്ഞു നിൽക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ആദ്യം ഞാൻ നോക്കി, നീ ഒട്ടിച്ചിരിക്കുന്ന ഇളകി വല്ലോ ഇരിക്കുകയാണോ എന്ന് നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ടല്ല, കാര്യം കൃത്യമാണ്. അപ്പം ഞാൻ അവനെ വിളിച്ചിട്ട്, നീ ജഗന്നാഥനെ നോക്കാം, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതിനില്ല, നീ നോക്ക്, തിരിഞ്ഞിരിക്കും. ഇതെന്താ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്? ഉടനെ അമ്മയെ വിളിച്ചുകൊണ്ട് നോക്കുന്നു, അമ്മയെ ഇത് തിരിഞ്ഞിരിക്കുന്നത്. അപ്പൊ അവൻ പറഞ്ഞു, ഒരു പക്ഷെ ഈ കഴുത്ത് എന്തെങ്കിലും ഒടിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നീ നോക്കിക്കോളൂ, കഴുത്ത് ഒടിഞ്ഞിട്ടുണ്ടോ നോക്കാൻ പറഞ്ഞു. കഴുത്തൊന്നും ഒടിഞ്ഞിട്ടില്ല. വിഗ്രഹങ്ങൾ കഥ പറയുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റീഫൻ നാപ്പ് അമേരിക്കക്കാരനാണ്, യൂറോപ്യനാണ്. സ്റ്റീഫൻ നാപ്പ് എന്ന് പറയും. STAPHEN-KNAPP, സ്റ്റീഫൻ നാപ്പ്. അദ്ദേഹത്തിൻ്റെ ഒരു സൈറ്റ് തന്നെ ഉണ്ട്. നമ്മുടെ എല്ലാ ചരിത്രങ്ങളെ പറ്റിയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതില് അദ്ദേഹം വൃന്ദാവനത്തിലെ വിഗ്രഹങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. വിഗ്രഹങ്ങൾ കഥ പറയുന്നു, വായിക്കണം. ഇതൊക്കെ അനുഭവങ്ങളാണ്. ഒരിക്കല് ഒരു മുത്തശ്ശി അമ്മൂമ്മയുടെ കയ്യില് ഒരു മിനിറ്റ്, ആരാ നോക്കട്ടെ. അപ്പം ഇതെല്ലാം നടന്ന കേട്ടില്ല. ഒരു മുത്തശ്ശി അമ്മൂമ്മയുടെ കയ്യില് നമ്മുടെ ഉണ്ണിക്കണ്ണനെ, മലയാളികൾ വെണ്ണക്കണ്ണൻ എന്ന് പറയും. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലായിട്ട് പോയി കഴിഞ്ഞാൽ ലഡുഗോപാൽ എന്ന് പറയും. ഉണ്ണിക്കണ്ണൻ. ഉറക്കം വരുന്നോ? ഇല്ല. ഉണ്ണിക്കണ്ണൻ, ചെറിയ ഉണ്ണിക്കണ്ണൻ. അപ്പം ഒരു മെറ്റലാണ്. അപ്പൊ ഈ മുത്തശ്ശി അമ്മൂമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഡയറ്റിയാണ് ഈ ഉണ്ണിക്കണ്ണൻ. എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കും. ഒരു ദിവസം താഴെ വീണു. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും നേരത്തെ ഇല്ലേ? ഒരു ദിവസം താഴെ വീണിട്ട് മുത്തശ്ശി അമ്മൂമ്മയ്ക്ക് ഭയങ്കര വിഷമം വന്നു, ഭയങ്കര സങ്കടം വന്നിട്ട് മകനെ വിളിച്ചു പറയും, എൻ്റെ ഉണ്ണിക്ക് എന്തോ ദീനം സംഭവിച്ചിരിക്കുന്നു, അവൻ താഴെ വീണെന്ന് പറയും. ദീനം, അസുഖം, അല്ലെങ്കിൽ എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട്, അവൻ ഡോക്ടറെ ഉടനെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയും. ഈ മുത്തശ്ശി അമ്മൂമ്മയുടെ മകന് ഒരു തമാശ പോലെ തോന്നി. അമ്മയ്ക്ക് തലയ്ക്ക് എന്തോ സ്ഥിരതയില്ലാതെയാണ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇനി ഇഗ്നർ ചെയ്തു. പക്ഷേ ഈ അമ്മൂമ്മ ഫോഴ്സ് ചെയ്തു, നീ വിളിച്ചോണ്ട് വരണം, നീ ഡോക്ടറെ വിളിച്ചോണ്ട് വരാതെ ഇങ്ങോട്ട് വരരുത്, പോയി വിളിച്ചോണ്ട് വരാം. അങ്ങനെ ഈ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടറിനെ വിളിച്ചുകൊണ്ടുവന്ന് അമ്മയെ
ഇതുവരെ പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തോ മെന്റലി ഇത്തിരി ട്രബിൾ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതിനനുസരിച്ചിട്ടൊന്ന് ആക്ട് ചെയ്യണം, ഒന്ന് നാടകം കാണിക്കണം, ആക്ട് ചെയ്യണം. അങ്ങനെ വന്നിട്ട് ഡോക്ടർ വന്നിട്ട് എൻ്റെ ഉണ്ണി താഴെ വീണ് അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, ദീനം സംഭവിച്ചിട്ടുണ്ട്, എന്താ സംഭവിച്ച ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, നോക്കാൻ പറഞ്ഞു, എന്നിട്ട് മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം ഒരു രസത്തിന് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാം തട്ടി, എല്ലാം കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരി. മുത്തശ്ശി അമ്മൂമ്മയെ വിളിച്ചു പറഞ്ഞ് ഇയാൾ എന്തിരി ഡോക്ടറെടേന്ന് ചോദിച്ചു. തിരുവനന്തപുരം ഭാഷ അല്ലേ, എന്തിരടേ ഇയാൾ എന്തിരി ഡോക്ടറെടേന്ന് ചോദിച്ചല്ലേ. ഡോക്ടർ എന്ത് ചോദിച്ചു? ഇല്ല, ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. സ്റ്റെതസ്കോപ്പ് ഇല്ലാതെ ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടർ എന്ത് ഡോക്ടറാണെന്ന് മുത്തശ്ശി അമ്മൂമ്മ ചോദിച്ചു. സ്റ്റെതസ്കോപ്പ് എടുത്ത് വെച്ച് ചെക്ക് ചെയ്യാൻ പറഞ്ഞു, എന്താ സംഭവിച്ചതെന്ന് നോക്കാൻ. അങ്ങനെ ഈ അമ്മൂമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഡോക്ടർ വെറുതെ ഈ സ്റ്റെതസ്കോപ്പ് ചെവിയിൽ വെച്ചിട്ട് ഇത് ഡയറ്റിയുടെ മുകളിലോട്ട് വെച്ചു. ഡോക്ടർ സർപ്രൈസായി, ഷോക്കായി പോയി. ഹാർട്ട് ബീറ്റ് ഡോക്ടർ കേട്ടു. ആ സ്റ്റെതസ്കോപ്പില് ഡോക്ടർക്ക് ആ മെറ്റൽ ഡയറ്റി എന്നുള്ള ആ വിഗ്രഹത്തിൽ നിന്നുള്ള ഹാർട്ട് ബീറ്റ് കേട്ടു. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സ്റ്റീഫൻ നാപ്പ് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് മിറക്കിൾസ് ഓഫ് ഡയറ്റി എന്ന് തോന്നുന്നു. മിറക്കിൾസ് ഓഫ് ഡയറ്റി നോക്കട്ടെ, എൻ്റെ കയ്യിൽ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, അത് നാട്ടില. മിറക്കിൾസ് ഓഫ് ഡയറ്റി പറ്റുമെങ്കിൽ അത് വാങ്ങിക്കണം. ഇത് ഓപ്പണായിട്ട് കിട്ടുന്ന ആമസോണിൽ കിട്ടും. അത് ആമസോൺ സൈറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. മിറക്കിൾസ് ഓഫ് ഡയറ്റി ബൈ സ്റ്റീഫൻ നാപ്പ്. ഇവരൊക്കെ ഭഗവാനെ റിയലൈസ് ചെയ്തവരാണ്. നമ്മൾ ഭാരതത്തിലായതുകൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലായതുകൊണ്ട് നമുക്കൊന്നും കേൾക്കണ്ട കാര്യം, നമുക്കിതെല്ലാം അറിയാവുന്നവരാണ്. ഞാൻ നാട്ടിൽ ചെല്ലുമ്പം, ക്ഷേത്രത്തിൽ ഭാഗവതമൊക്കെ കൊണ്ട് ചെല്ലുമ്പം, വിൽക്കാൻ ബുക്ക് ഡിസ്ട്രിബ്യൂഷനായിട്ട് ചെല്ലുമ്പം, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറയും കൂടുതൽ. ഇതാണ്, ഇല്ലെങ്കിൽ പോലും കള്ളം പറയും, ഞങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറയും. അത് അവർക്ക് ഭാഗ്യമില്ലാത്തതുകൊണ്ടാ. വീട്ടിൽ ഒരു ഭാഗവതം ഇരിക്കുകഴിഞ്ഞാൽ, ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവകി, നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള ഭഗവാനാണ് ഭാഗവതം. ആ ഭാഗവതം വീട്ടിലിരിക്കുന്നത് തന്നെ വളരെ അനുഗ്രഹം. അപ്പൊ 33-ാമത്തെ ശ്ലോകം നമ്മൾ വായിച്ചത്, ഞാൻ പറയുന്ന കാര്യങ്ങള് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവര് അസൂയാലുക്കളാണ് ഇല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വായിച്ച ശ്ലോകത്തിന്റെ അർത്ഥം അതല്ലേ അല്ലേ? അതുകൊണ്ട് അവരെന്ത് ചെയ്യും? അവരെ മൂഢരായി കണക്കാക്കണം, ബുദ്ധിയില്ലാത്തവരായി കണക്കാക്കണം, ഫൂളീഷേഴ്സ് ആയിട്ട് കണക്കാക്കണമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൃഷ്ണനെ വിശ്വാസമില്ലാത്തവർ എല്ലാം ഫൂളീഷേഴ്സാണ്. കാര്യം, കൃഷ്ണനെ വിളിച്ചെങ്കിൽ മാത്രമേ ബുദ്ധി കിട്ടത്തുള്ളൂ. നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ വായിച്ചു? 15-ാമത്തെ അധ്യായം 15-ാമത്തെ ശ്ലോകം എന്താ? 15.15 എപ്പോഴും പറയുന്നത് സർവസ്യ ചാഹം സന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. അപ്പൊ ഞാൻ ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകത്തിന്റെ 15.15 ഒന്നുകൂടി ഇട്ട് തരാം. അതേപോലെ തേഷാം സതതയുക്താനാം അതും ഒന്നുകൂടെ ഇട്ട് തരാം. മമേ വാംശോ ജീവലോകെ, ഈ 3 ശ്ലോകം ഞാൻ ഇട്ട് തരാം കേട്ടോ. വോയിസ് മെസ്സേജ് ആക്കി ഇട്ട് തരാം. ഓക്കെ, പഠിക്കണം. എവിടൊക്കെ പോയി സംസാരിക്കാമോ ആ സംസാരിക്കുമ്പോഴെല്ലാം ഈ ശ്ലോകങ്ങളാണ് മെയിനായിട്ട് എപ്പോഴും നമുക്ക് വോട്ട് ചെയ്യേണ്ടി വരുന്നത്. ഭഗവാനെ പറ്റി പറയുമ്പം ഇതൊക്കെയാണ്. അപ്പം നിസ്സാരമാണ് കാര്യങ്ങൾ. ഒരാളോട് സംസാരിക്കാനും നിസ്സാരമാണ് ഭഗവാനെ പറ്റി. നമ്മളൊരു പ്രാവശ്യം ഭഗവത്ഗീത നല്ലോണം വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും പറയാൻ പറ്റും. ഓക്കെ, അപ്പം അവര് മൂഢരാണ്. പിന്നെ അവര് എത്ര പരിശ്രമിച്ചു കഴിഞ്ഞാലും അവർ സക്സസ് ആവാൻ പറ്റത്തില്ല, ഒരു ഫുൾഫിൽമെന്റ് കിട്ടത്തില്ല. ഓക്കെ, വലിയ റിച്ചസ്റ്റ് ആകാം, പക്ഷേ റിച്ചസ്റ്റ് ആയി കഴിഞ്ഞാലും ഈ പണം കൊണ്ടുള്ള ഉപയോഗം നടക്കത്തില്ല. സത്യം പറയുക, എത്ര പേർക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷെ അവസാനം എന്തായി മാറും? ഏറ്റവും വലിയൊരു ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ആര്? എല്ലാവരും വലിയ പൊക്കി പറയുന്നത് ഒരു ഫൈനാൻസ്, മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല, ചിദംബരം.
അവസാനം എന്തായി? അദ്ദേഹം ജയിലിലായി ഇല്ലേ? അദ്ദേഹത്തിന്റെ പണത്തിന് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, സഹായിക്കാൻ പറ്റിയിട്ടില്ല. ശരിയല്ലേ പറഞ്ഞത്? പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണ്, വേറൊന്നും തോന്നരുത്. നമ്മൾ ഭൗതിക മെറ്റീരിയൽ ലോകത്ത് നോക്കുമ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുന്നതാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി നേരത്തെ ഉണ്ടായിരുന്ന ജയലളിത. എത്ര പേരുണ്ടായിരുന്നു, എത്ര കാശുണ്ടായിരുന്നു, പക്ഷെ അവർക്കൊന്നില്ലായിരുന്നു, ഭക്തി ഇല്ലായിരുന്നു. സത്യം പറയുകയാണ്, ഒരു തരത്തിലുള്ള ഡിവോഷനും അവർക്കില്ലായിരുന്നു. അവസാനം അവർക്ക് എന്ത് പറ്റി? അവർ ചെയ്ത ഏറ്റവും വലിയ പാതകം എന്ന് പറയുന്നത് ഒരു സന്യാസിയെ പിടിച്ച് ജയിലിലിട്ട്. അത് ശുദ്ധ സന്യാസിയായിരുന്നു. നമ്മൾ പേപ്പറിൽ കാണുന്ന പോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സന്യാസി ആയിരുന്നില്ല, ഒരു ശുദ്ധ സന്യാസിയായിരുന്നു. ആ ഒരു വലിയ തെറ്റിന് അവരും അതുപോലെ ജയിലിൽ പോകേണ്ടി വന്നു. ശരിയല്ലേ? സത്യമല്ലേ പറഞ്ഞത്? അപ്പം നമ്മൾ പഠിക്കേണ്ടത് ഇതെല്ലാം ഭഗവാനാണ് തരേണ്ടതെന്നുള്ളതാണ്. അപ്പൊ ആ ഭഗവാനെ നമ്മൾ അസൂയയോടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പഠിച്ച് ചിലപ്പം ഉയർച്ചയൊക്കെ വരും, വലിയൊരു പൊസിഷനിലേക്ക് എത്തും, പക്ഷേ അത് ഗുണം ചെയ്യത്തില്ല. എന്നെ പഠിപ്പിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഡിവോഷണൽ തലത്തെ പറ്റി എനിക്ക് അറിയത്തില്ല, ഞാൻ പറയുകയാണ്, ഒരു അനുഭവം പറയുകയാണ്. എന്നെ പഠിപ്പിച്ചിരുന്ന ഞാൻ ITIക്ക് പഠിക്കുമ്പം ഫസ്റ്റ് ഇയറിൽ അദ്ദേഹമായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പാൾ. ഞാൻ സെക്കൻഡ് ഇയർ ആകുമ്പം അദ്ദേഹം അവിടുന്ന് പ്രൊമോഷനായിട്ട് വേൾഡ് ബാങ്കിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയി. നല്ല സ്നേഹമുള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഫാമിലി അല്ല, അദ്ദേഹത്തിന്റെ ട്രൈബ് എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ, അദ്ദേഹത്തിന്റെ ട്രൈബില് ആദ്യമായിട്ട് നല്ലതുപോലെ പഠിച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ആദ്യത്തെ ഒരു ആൺകുട്ടി, പെൺകുട്ടികളിലും വെച്ച്. നെറ്റ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ട്രൈബ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. അവിടുന്ന് ഉന്നതമായ ഉദ്യോഗം കിട്ടിയ ആദ്യത്തെ ഒരാൾ. ഇന്നും വേറൊരാൾക്ക് ആ ട്രൈബിൽ നിന്ന് കിട്ടിയിട്ടില്ല ആ സ്ഥലത്ത്, ആ പ്രദേശത്ത്. പക്ഷേ അദ്ദേഹം വിവാഹം കഴിച്ചു, നല്ലതുപോലെ പോയി. സ്വഭാവം കൊണ്ട് എന്നോടൊക്കെ വളരെ സ്നേഹമായിട്ടാണ്. പക്ഷേ അകാലമായി മരണപ്പെട്ടു. ഇപ്രാവശ്യം ഞാൻ പോയപ്പം എൻ്റെ അമ്മയുടെ കുടുംബമൊക്കെ നിൽക്കുന്ന ആ പ്രദേശത്താണ്. ആ വീടുകളൊക്കെ ഇപ്പോഴും അതുപോലൊക്കെ തന്നെയാണ് നിൽക്കുന്നത്, യാതൊരു വ്യത്യാസവുമില്ല. പൊട്ടിയൊലിച്ച് ചോർന്നൊലിച്ച്. അപ്പോഴാണ് വീണ്ടും ഞാൻ ആലോചിച്ചത്, കേരളത്തിൽ എല്ലാവർക്കും വീടുകളുണ്ട് എന്ന് ഗവൺമെന്റ് പറയുമ്പം എത്ര വീടുകൾ, മഴ ചോരുന്ന വീടുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തോടെ നമ്മൾ നോക്കിയത്. പാവപ്പെട്ടവര്. ഇപ്പം പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടൊന്നും മാത്രമേ നമുക്ക് ഉയർച്ചയിലെത്താൻ പറ്റൂ. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിരന്തരം ആഴ്ച 1 മണിക്കൂർ കൃത്യമായിട്ട്, ഉറങ്ങാനാണെങ്കിൽ കൂടി ഉറങ്ങിയാലും കുഴപ്പം. ഞാനൊക്കെ ഉറങ്ങി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനൊക്കെ ക്ലാസ്സിന് പോകും. ഋജുമാതാജിക്കൊക്കെ അറിയാം, ഞാനൊക്കെ കേൾക്കുന്നു, ഞാൻ ഇരുന്ന് ഉറക്കമായിരിക്കും. അതും കൂർക്കം ഭരിച്ചായിരിക്കും ഉറങ്ങുന്നത്, ഇല്ലേ? എല്ലാവരും കേൾക്കും, ബുള്ളറ്റ് ഓടിച്ചു പോകുന്ന ശബ്ദം പോലെ. പിന്നെ ഉണരുന്നതെന്ന് പറഞ്ഞാൽ പ്രസാദത്തിന്റെ സമയമായിരിക്കുമ്പോൾ ഞാൻ ഉണരും. ആദ്യത്തെ ലൈനിൽ തന്നെ ഞാൻ പ്രസാദം കഴിക്കാൻ കാണും, ഇല്ലേ ഋജുമാതാജി? ശരിയല്ലേ? പ്രസാദം കഴിക്കാൻ ഫസ്റ്റ് ലൈനിൽ കാണും. കേൾക്കാൻ എന്തോ അതെ, കേൾക്കാൻ അതെ ഓർമ്മകളായ ലോക്ക്ഡൌണിന് ആയതിനു ശേഷം ഒന്നുമില്ല. അപ്പം സമയം വരുമോ എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാനുള്ള? അതെ, തീർച്ചയായിട്ടും ഉടനെ ഉണ്ടാവും എല്ലാം ഒത്തുകൂടാൻ. ഇപ്പൊ 2 വർഷത്തോളമായി. അപ്പം ഉറങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ആ സമയം നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഇത് ഭഗവത്ഗീത കേട്ടുറങ്ങാനുള്ള സമയം ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. പ്രസാദം കഴിക്കാൻ വേണ്ടിയിട്ട് പോകും, പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, പ്രസാദം കഴിക്കാൻ. ആ പ്രസാദത്തിനൊരു ഗുണമുണ്ട്. പ്രഭുപാദർ അമേരിക്കയിൽ പോയിട്ട് ഹിപ്പികളുടെ ഇടയ്ക്ക് പ്രസാദം കൊടുത്തിട്ടാണ് അവരും പ്രഭുപാദരുടെ ശിഷ്യന്മാരായിട്ട് മാറിയത്. പക്ഷെ എങ്ങനാണെങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, നമ്മൾ അസൂയയില്ലാതെ ഈ പറഞ്ഞ 32-ാമത്തെ ശ്ലോകം 32 ശ്ലോകം
അപ്പം നമ്മൾ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഭഗവാനെ വിളിക്കുന്ന സമയം പാഴാവത്തില്ല, മോശമാവത്തില്ല. ഒരു സെൻസിറ്റീവ് മൊമെന്റിൽ എല്ലായ്പ്പോഴും നമ്മൾ ഇന്നലെ എന്നെ രക്ഷിച്ച് ഇന്നെന്താ രക്ഷിക്കാത്ത നമ്മൾ ചലഞ്ച് ചെയ്യരുത്. പക്ഷേ ഒരൊറപ്പാണ്, സെൻസിറ്റീവ് മൊമെന്റിൽ ഭഗവാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിരിക്കും. ഇതാണ് അതിൻ്റെ സത്യം. എപ്പോഴാണോ ആ ഫൈനൽ അപ്രോച്ച് വേണ്ടത്, അത് തീർച്ചയായിട്ടും കിട്ടും. നമ്മൾ പിന്നെ ഈ എന്തിനാ കിസ്സോ ഏതോ പോകുമ്പം ഈ പുറത്തുനിന്നുള്ള സഹായം തേടാൻ വേണ്ടിയിട്ട് 1 പ്രാവശ്യമോ 2 പ്രാവശ്യം ഇങ്ങനെയൊക്കെ വരത്തില്ലേ? എന്താ അതിന് പേര് പറയുന്നത്? ഋഷികേശ് എന്താ പറയുന്നതിന്? എന്താ അല്ല നമുക്ക് ഹെൽപ്പ് ചോദിക്കാം, പുറത്തുനിന്നുള്ള ഓഡിയൻസിൽ നിന്നുള്ള ഹെൽപ്പൊക്കെ ചോദിക്കാമല്ലോ. എന്താ അതിന്റെ പേര് പറയുന്നത്? അത് ഇത്ര പ്രാവശ്യം ചോദിക്കാൻ പറ്റും, 1 or 2 പ്രാവശ്യമേ ഉള്ളൂ. ഇല്ലേ? ചാരുതയുടെ അമ്മ എന്തോ പറയുന്നുണ്ട്. ചാരുത അമ്മ എന്തോ പറയും, 3 പ്രാവശ്യം ചോദിക്കാം. 3 പ്രാവശ്യം ചോദിക്കാൻ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് പറഞ്ഞതുപോലെ ഫൈനലി നമുക്ക് ഭഗവാൻ നമുക്ക് ആ ഒരു ഇത് തരും. രാഹുൽ രാശി ഹരേ കൃഷ്ണ. രാഹുലിനെ കണ്ടില്ലല്ലോ. ഹരേ കൃഷ്ണ. രാഹുലിന്റെ കൈ മാത്രമേ കാണുന്നുള്ളൂ. എല്ലാം കേൾക്കുന്നുണ്ടോ? അപ്പം 32 ശ്ലോകം നമുക്ക് ഒന്നുകൂടെ ചെല്ലാം, ഒരുമിച്ച് ചെല്ലാം. 3rd chapter 32 ശ്ലോകം. 1 2 3. സമയമായി, തുടങ്ങാം. 1 2 3 സ്റ്റാർട്ട്. യേതേതം അഭ്യസൂയന്തോ അനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാന വിമൂഢാംസ്താൻ ഭിത്തി നഷ്ടാന ചേതസഃ. അസൂയാലുക്കളായി എന്റെ ഉപദേശങ്ങളെ അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒട്ടും അറിവില്ലാത്തവരും മൂഢരും ആയി കണക്കാക്കണം. പൂർണ്ണത നേടുന്നതിനുള്ള അവരുടെ യത്നങ്ങൾ വിഫലമാക്കപ്പെടുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. എന്ന് പറഞ്ഞാല് അവര് ലൈഫിൽ സക്സസ് ആവില്ല. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് ബ്രീത്ത് കൗണ്ട് എടുക്കുന്നതിന് മുമ്പിട്ട് പാടണോ? ഒരു പാട്ട് പാടിയിട്ട് ബ്രീത്ത് കൗണ്ട് എടുക്കണോ? ബ്രീത്ത് കൗണ്ട് കഴിഞ്ഞിട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. 100 കൃഷ്ണൻ എന്തോ പറഞ്ഞല്ലോ, ദേവദർശൻ എന്തോ പറഞ്ഞല്ലോ, ആരോ ഇടയ്ക്കതോ പറയുന്നുണ്ടോ? ഋഷികേശ അജൽ കൃഷ്ണനാണോ പറഞ്ഞത്? 20 എന്ന് പറഞ്ഞു. ഞാൻ 100 എന്ന് പറഞ്ഞാലോ? ഓക്കെ. ആദ്യം എത്ര വേണം? 100 ആയാലോ? 20. ഓക്കെ, നമുക്ക് ഇന്ന് ഫിക്സ് ചെയ്യാം 10. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. ഞാൻ ഒന്ന് ലീവ് ചെയ്തോട്ടെ, എനിക്ക് വേറൊരു ക്ലാസ് ഉണ്ട്. നോ ഇഷ്യൂ. ഇത്ര നേരം വന്നല്ലോ. ഓക്കെ, നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ ചൊല്ലിട്ട് വെക്കുള്ളൂ. ഓക്കെ, ജസ്റ്റ് നമ്മള് ബ്രീത്ത് കൗണ്ട് എടുക്കുന്ന സമയത്ത് ഒരെണ്ണം എടുത്തിട്ട് വെക്കുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് 10 ടൈംസ്. 1 2 3 4 സ്റ്റാർട്ട്. വലിയവർക്കും ചെല്ലാം. ഇത് നല്ലൊരു ബ്രീത്ത് എക്സർസൈസ് ആണ്. ഓക്കെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ യാദവായ നമഃ യാദവായ മധവായ കേശവായ നമഃ ഗോപാൽ ഗോവിന്ദ രാമ ശ്രീ മധുസൂദന ഗിരിധരി ഗോപീനാഥ മദന മോഹന ശ്രീ ചൈതന്യ നിത്യാനന്ദ ശ്രീ അദ്വൈത സീത ഹരേ ഗുരു വൈഷ്ണവ ഭഗവദ ഗീത ശ്രീ രൂപ സനാതന ഭട്ട രഘുനാഥ ശ്രീ ജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ ഹരേ ഹരായ നമ കൃഷ്ണ യാദവായ നമഃ യാദവായ മാധവായ കേശവായ നമഃ
ഹരിഹരായ നമഃ കൃഷ്ണ യാദവായ നമഃ യാദവായ മാധവായ കേശവായ നമഃ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. താങ്ക് യു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വിസ്. ഓക്കെ, ഷെയറിംഗ് ഓപ്ഷൻ വേണം. ഓക്കെ, ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇട്ടിട്ടുണ്ട്. ക്വിസ് അല്ല കേട്ടോ, വേറൊരു ഇതാണ്. ഓക്കെ, Sir, next week 31st Friday quiz മയക്ക് എഴുതാം. ഓക്കെ, വെരി ഗുഡ്. ഋഷികേശ്.